യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. പുറപ്പാട് 25. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഇവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചൂപ്പിച്ച ആട്ടുകൊറ്റന്തോൽ, തഹശുതോൽ, കതിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാർപ്പതക്കത്തിനും പതിപ്പാൻ ഗോമേതകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകപ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം വാർപ്പിച്ച് 4 കാലിലും ഇപ്പുറത്ത് 2 വളയങ്ങളും അപ്പുറത്ത് 2 വളയവുമായി തറയ്ക്കണം. ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തണം. തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയങ്ങളിൽ ഇരിക്കണം. അവയെ അതിൽ നിന്ന് ഊരരുത്. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വയ്ക്കണം. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടിപ്പണിയായി പൊന്നുകൊണ്ട് അവയുണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരു അറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെയിരിക്കണം. കൃപാസനത്തിനെ പെട്ടകത്തിന്മീതെ വയ്ക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഖദിരമരം കൊണ്ടൊരു മേശയുണ്ടാക്കണം. അതിൻ്റെ നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവുമായിരിക്കണം. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടായിരിക്കണം. അതിന് 4 പൊൻവളയം ഉണ്ടാക്കണം. വളയം 4 കാലിൻ്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം. മേശ ചുമക്കേണ്ടതിന് 2 തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവ കൊണ്ട് മേശ ചുമക്കണം. അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടായിരിക്കണം. തങ്കം കൊണ്ട് അവയുണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വയ്ക്കണം. തങ്കം കൊണ്ടൊരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടിപ്പണിയായിരിക്കണം. അതിൻ്റെ ചുവട് തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിൻ്റെ 3 ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിൻ്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ 6 ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാംപൂ പോലെ 3 പുഷ്പപുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം. വിളക്ക് തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ 4 പുഷ്പപുടമുണ്ടായിരിക്കണം. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റു 2 ശാഖയ്ക്കും കീഴെ ഒരു മുട്ടും മറ്റു 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും വേണം. അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടിപ്പ് പണിയായിരിക്കണം. അതിന് 7 ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം. അതും ഈ ഉപകരണങ്ങളൊക്കെയും 1 താലന്ത് കൊണ്ടുണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം.
ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.